എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ സാക്കുറ സാസുകയെ നോക്കി ആ തെണ്ടി ഒറോച്ചിമാറു ഇവന്റെ ബോഡിയിൽ ചെയ്ത സീല് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ അവന്റെ ബോഡിയിൽ സ്പ്രെഡ് ആയിരിക്കുകയാണ്. ഇവൻ തീർച്ചയായിട്ടും ഒരുപാട് പവർ ഉപയോഗിച്ചിട്ടുണ്ടാവണം, അതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചതെന്ന് സാക്കുറ പറയും. പക്ഷെ കാക്കാഷി പറഞ്ഞത് ഇനി ആ ഒരു സീലിന്റെ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. ഇവിടെ കുട്ടപ്പൻ തിരിഞ്ഞു നിന്ന് സാക്കുറയെ എടി 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 എന്ന് വിളിക്കുമ്പോ ഒച്ച വെക്കല്ലേ സൈത്താനെ, ഒച്ച വെച്ച് നീ ഗാറ ഇവിടേക്ക് വിളിച്ചു വരുത്തരുതെന്ന് സാക്കുറ കുട്ടപ്പനോട് പറയും. അപ്പൊ ലോങ് ഷോട്ടിൽ നിൽക്കുന്ന ഏതോ ഒരു സാധനത്തെ ചൂണ്ടിക്കാണിച്ച് ഇതാരാണെന്ന് കുട്ടപ്പൻ ചോദിക്കും. അത് കണ്ട് പട്ടിക്കുട്ടി അത് വേറെ ആരും അല്ലട പൊട്ട, അതാണ് ഗാറ എന്ന് പറയും. അപ്പോഴായിരിക്കും കുട്ടപ്പൻ പറയാ, പൊന്നെ ഈ സാധനത്തിനെയാണോ ഞാൻ ചവിട്ടി തെറിപ്പിച്ചേ. കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്കിൽ അവൻ ഹോസ്പിറ്റലിൽ വന്ന് കുട്ടപ്പൻ്റെ അടുത്ത് പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൻ ആലോചിച്ചെടുക്കും. എനിക്ക് മറ്റുള്ളവരെ കൊല്ലാനാണ് ഏറ്റവും ഇഷ്ടം, ഞാനൊരു പിശാചാണ്, മാത്രമല്ല എൻ്റെ അമ്മ ഒരു മനുഷ്യ സ്ത്രീയല്ല, ഒരു പിശാചിനുണ്ടായവനാണ് ഞാൻ, നിങ്ങളെപ്പോലുള്ള എല്ലാവരെയും കൊല്ലുന്ന ഒരു ഭൂതമാണ് ഞാൻ എന്നും പറയുന്ന എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കുമ്പോഴായിരിക്കും കുട്ടപ്പന് മനസ്സിലാവുക ഇവൻ ശരിക്കും ഒരു ഭൂതം തന്നെയാണെന്ന്. എങ്ങനെയെങ്കിലും സാസുക ഇവിടുന്ന് കൊണ്ടോണെന്ന് സാക്കുറ പറയുമ്പോൾ സാസുക ആവട്ടെ രക്തം ഛർദ്ദിച്ച് പതിയെ പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കും. അവൻ ഓൾറെഡി 3 തവണ ആ ഒരു ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ വളരെയധികം ടയേർഡാണ്. പ്രാക്ടീസ് ടൈമിൽ ഓൾറെഡി കാക്കാഷി ഇത് പറഞ്ഞതാണ്, 2ന് മുകളിലായിട്ട് ആ പവർ ഉപയോഗിച്ചാൽ നിന്റെ വളർച്ച പോലും നിന്നുപോകും, ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം, മാത്രമല്ല പിന്നീട് ഒരിക്കൽ പോലും ചക്ര പോലും നിന്നെക്കൊണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല, അങ്ങനെ വന്നാൽ ഹിറ്റാച്ചിയോട് പകരം ചോദിക്കാൻ നിനക്കൊരിക്കലും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അവന്റെ മൈൻഡിലേക്ക് വരും. ഈ ഹിറ്റാച്ചി എന്ന് പറയണത് JCBയും മണ്ണുമാന്തി യന്ത്രമൊന്നുമല്ല, നമ്മുടെ സാസുകയുടെ ചേട്ടന്റെ പേരാണ്. അവനോട് റിവെഞ്ച് എടുക്കാനാണ് അവൻ ജീവിച്ചിരിക്കുന്നത് പോലും. സാക്കുറ ഒരു സൈഡിലിരുന്ന് അവനെ എണീപ്പിക്കാൻ ശ്രമിക്കുമ്പോ ഇവിടെ ഗാറ കുട്ടപ്പനെ നോക്കി നിന്നിട്ട് എടത്തെണ്ടിച്ചക്ക, നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തട്ടിക്കളയെന്ന് പറഞ്ഞവനല്ലേ, ഇവന്റെ കൂടെ നിന്നെ ഞാൻ തീർക്കുന്നു പറഞ്ഞ് ഗാറ ചാടി കുട്ടപ്പന്റെ നേർക്ക് വരും. ഗാറ ചാടി ഓടി വരുന്ന കാണുമ്പോ കുട്ടപ്പൻ കരുതും അവന്റെ പണിക്കുറ്റി തീർന്നെന്ന്. പട്ടിക്കുട്ടി പേടിച്ച് ഒരു മൂലയ്ക്ക് ഒളിച്ചു നിൽക്കുമ്പോ ഇവിടെ സാക്കുറയ്ക്ക് മനസ്സിലാവും അവൻ ലക്ഷ്യമിട്ടേക്കുന്നത് സാസുകയാണെന്ന്. സാസുകയ്ക്ക് ഒരു പോറല് പോലും പറ്റാതെ അവൾ അവന്റെ മുമ്പിൽ കയറി നിൽക്കുമ്പോ അപ്പോൾ ഗാറ പതിയെ പഴയ ഇമാജിനേഷനിലേക്ക് പോവും. ചെറുപ്പത്തിൽ അവൻ ഫൈറ്റ് ചെയ്യുമ്പോൾ അങ്കിൾ അവനെ വന്ന് തടയുന്ന ആ ഒരു സീന്. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവളെ തട്ടി മാറ്റി ഗാറ സാസുകയുടെ നേർക്ക് വരും. പെട്ടെന്ന് ഗാറയ്ക്ക് സാസുകയുടെ അടുത്ത് എത്തുമ്പോഴേക്കും തലയ്ക്ക് വേദന എടുക്കാൻ ആരംഭിക്കും. ഗ്യാപ്പ് മുതലെടുത്ത് കുട്ടപ്പൻ സാസുകയെ മാറ്റുമ്പോൾ ഇവിടെ ടെമരി ആവട്ടെ ഗാറ എതിർക്കാൻ വേണ്ടിയിട്ട് സാക്കുറ കാണിച്ച അവളുടെ ധീരതയെ ഓർത്ത് അന്തം വിട്ടു നിൽക്കും. ആരെ കണ്ടാലും ചവിട്ടി കൂട്ടാൻ നിൽക്കുന്ന നമ്മുടെ കുട്ടപ്പന് പോലും ഇപ്പൊ ഗാറയെ പേടിയാണ്. ഗാറയ്ക്ക് അവന്റെ തലയുടെ വേദന കൂടിക്കൂടി വരും. കാരണം സാക്കുറ സാസുകയെ രക്ഷിക്കാനായിട്ട് അവന്റെ മുൻപേ കയറി നിന്നു. അന്ന് ലീയെ കൊല്ലാൻ വന്നപ്പോ അവിടെ മൈഗൈ കയറി നിന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവന് പെട്ടെന്ന് അവന്റെ അങ്കിളിനെ ഓർമ്മ വരും. ഫ്ലാഷ് ബാക്കില് അങ്കിളിനെ അറിയാതെ അടിച്ചുപോയ വിഷമത്തില് ഗാറയാവട്ടെ ഒരു കത്തിയെടുത്ത് അവന്റെ കൈ തന്നെ കുത്തു. യശമറു അങ്കിള് ആള് ചില്ലറക്കാരനല്ല, മെഡിക്കൽ കോപ്സിലെ ഒരു മെമ്പറാണ് ഇദ്ദേഹം. നിന്റെ വിഷമത്തിലാണെങ്കിലും ഒരിക്കൽ പോലും നീ ഇങ്ങനൊന്നും എന്റെ മുമ്പിൽ വെച്ച് ചെയ്യരുതെന്ന് അങ്കിള് പറയുമ്പോ ഒത്തിരി സങ്കടത്തില് ഗാറക്കുട്ടപ്പനാവട്ടെ ആളുടെ മുഖത്ത് നോക്കി തലയാട്ടും. ഇത് വലിയ മുറിവൊന്നുമല്ല, ചെറിയ മുറിവാണ്, മോൻ വിഷമിക്കണ്ടെന്ന് അങ്കിള് പറയുമ്പോ മുറിവോ അതെന്താണെന്ന് ഗാറ ചോദിക്കും. കാരണം ഇന്നേ വരെ ആ ഒരു സാൻഡ് ഷീൽഡ് ഉള്ളതുകൊണ്ട് തന്നെ ഗാറയുടെ ബോഡിയിൽ യാതൊരു മുറിവോ വേദനയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വേദന എന്താണെന്ന് ചോദിക്കുമ്പോൾ വെരി സിമ്പിൾ, ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ് അങ്കിള് പറയാൻ തുടങ്ങും. വേദന വളരെ വൃത്തികെട്ട സാധനമാണ്, അതെപ്പോ വേണമെങ്കിലും വരാം, വേദന വരാതെ നോക്കിയാൽ അത് വളരെ നല്ലതെന്നും പറഞ്ഞിട്ട് വേദന എടുത്ത കൈയെ പൊക്കി പിടിക്കും. ഇത് കാണുമ്പോൾ ഗാറപ്പയ്യന് വീണ്ടും വിഷമമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യം തോന്നുമെന്ന് അങ്കിളിനോട് ചോദിക്കും. ഒരിക്കലുമില്ല, മനുഷ്യരെല്ലാം പെട്ടെന്ന് മറന്നുപോകും. അപ്പൊ ഗാറ പറയും, എനിക്ക് വേദന എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി, എനിക്ക് മുറിവില്ല, എന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡും വരുന്നില്ല, പക്ഷെ എനിക്ക് വേദനയുണ്ട്, അതിവിടെയാണെന്ന് പറഞ്ഞ് അവനവന്റെ ഹൃദയത്തിൽ തൊട്ട് കാണിക്കും. ഇത് കണ്ട് ഒരുപാട് വിഷമമായിട്ട് അങ്കിൾ ഒരു കത്തിയെടുത്ത് ആളുടെ കൈ മുറിക്കും. ഈ മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവും, പക്ഷെ മനസ്സിലുണ്ടാവുന്ന മുറിവ് അതത്ര പെട്ടെന്ന് ഉണങ്ങില്ല എന്ന് ഒരുപാട് സ്നേഹത്തോടുകൂടെ അങ്കിള് ഗാറയ്ക്ക് പറഞ്ഞു കൊടുക്കും. മനസ്സിലൊരു വേദന ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനൊരു മരുന്നിനും സുഖപ്പെടുത്താനാവില്ല. മനസ്സിന്റെ വേദനയാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വേദന. അപ്പൊ അവന്റെ അങ്കിള് അവന്റെ കൈ ചേർത്ത് പിടിച്ചിട്ട്
പക്ഷേ അതിനൊരു മരുന്നുണ്ട്. ആ മരുന്ന് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മാത്രമേ നമുക്ക് വാങ്ങാൻ സാധിക്കൂ. മരുന്നോ? എന്ത് മരുന്ന്? എവിടുന്നാ കിട്ടുക എന്നൊക്കെ നമ്മുടെ ഗാറ ചോദിക്കുമ്പോ, ലവ്, സ്നേഹം, അതാണ് ഇതിനുള്ള മരുന്ന്. അതെപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ എന്ന് അങ്കിള് പറയും. ലവ്വാ? അതേത് കടയിൽ കിട്ടും? എത്ര രൂപയാവും എന്നൊക്കെ അവൻ ചോദിക്കുമ്പോ, ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് ഓർത്ത് ആള് തലയ്ക്ക് കൈ കൊടുക്കും. എന്റെ സഹോദരി, അവൾ ശരിക്കും പാവമായിരുന്നു. എല്ലാവരോടും ഒരുപാട് സ്നേഹവും. നിന്നെ അവക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെയാണ് നിന്റെ പവർ മണ്ണിൽ അനുഷുക്കാകൂ. നിനക്ക് ഒരു അപകടവും പറ്റാതെ ഒരമ്മയെ പോലെയാണ് അത് നിന്നെ കാത്തു പരിപാലിക്കുന്നത്. നിന്റെ അമ്മ മരണം വരെ നിനക്കൊന്നും സംഭവിക്കരുതെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് അവനും നമുക്ക് മനസ്സിലാവുക, അങ്കിളിന്റെ ആ പറഞ്ഞ സിസ്റ്ററാണ് നമ്മുടെ ഗാരയുടെ അമ്മ. ആ അമ്മയെ കൊന്നിട്ടാണ് ഗാറ ജന്മം എടുത്തത്. എന്റെ ഉള്ളിലെ ദുഃഖം നീ തിരിച്ചറിയുന്നില്ലേ എന്ന് അങ്കിൾ അവനോട് ചോദിക്കുമ്പോൾ അങ്കിളിന്റെ കണ്ണിലെ എന്തോ ഒരു വ്യത്യാസം ഗാറ സൂക്ഷിച്ചു നോക്കും. കട്ട് ചെയ്ത ഉടനെ ഇവിടെ മോൺസ്റ്റർ ആയിട്ടുള്ള ഗാറ കുട്ടപ്പന് നേരെ എടുത്തു ചാടി വരും. പക്ഷെ വീണ്ടും അവന്റെ തലയ്ക്ക് വേദന എടുത്ത് അയ്യോ അമ്മേ എന്ന് നിലവിളിക്കുമ്പോ കട്ട് ചെയ്ത ഇവിടെ യുഗങ്ങളായിട്ട് ഒക്കാകെ ഒറോച്ചിമാറുവിന്റെ ആത്മാവിനെ വലിച്ചെടുക്കും. ഒറോച്ചിമാറു കത്തി കുത്തിക്കയറ്റും. ഇവിടെ കൊരങ്ങനപ്പൂപ്പൻ കത്തി വലിച്ചൂരാൻ നോക്കും. കട്ട് ചെയ്ത മൈകൈ ടെററായിട്ട് നിന്നിട്ട് ഏതൊക്കെയോ നിഞ്ചേനെടുത്ത് ചാകോൻ തോന്നുകയാണെങ്കിൽ നീ മണി അടിക്കി, അല്ലെങ്കിൽ നിന്റെ മണി ഞാൻ ചവിട്ടി പൊട്ടിക്കുന്നു പറഞ്ഞ് അവന്റെ അസ്ഥാനത്ത് ഒരു ചവിട്ട് കൊടുക്കും. കാക്കാഷിയെ വേറൊരു നിഞ്ച കറങ്ങി കുത്തുവെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ആൾ എസ്കേപ്പ് ആവും. ഇവിടെ മൈകൈ ആവട്ടെ എപ്പോഴും കാക്കാഷിയായിട്ട് മത്സരമാണ്. ഞാൻ 23 പേരെ അടിച്ചിട്ടു, നീ വെറും 20 പേരെ അടിച്ചിട്ടുള്ളൂ. വാവ്, ഞാൻ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൻ തുള്ളിച്ചാടുമ്പോ കാക്കാഷിക്ക് മനസ്സിലാവും ഇവന് ഒരൊന്നൊന്നര പീരീഡ് കുറവുണ്ടെന്ന്. ഇവരിവിടെ ജോളിയായിട്ട് അടി ഉണ്ടാക്കുമ്പോൾ ഗാറയാവട്ടെ അവന് വേദന സഹിക്കാതെ അലറിക്കൊണ്ടേയിരുന്ന് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. അവൻ ബോൾ കൊടുത്ത് അടിച്ച് തൂഫാനാക്കിയ ഒരു പാവൻ ചെറുക്കന് ഓയിൽമെന്റ് കൊടുക്കാനായിട്ട് ഗാറ വരുമ്പോ, ഡാ ചെറുക്ക, അടിയും തന്ന് ഇപ്പൊ ഓയിൽമെന്റുമായിട്ട് വന്നേക്കാണോ, ഇറങ്ങി പോടാന്നും പറഞ്ഞ് അവൻ വാതിലടയ്ക്കും. ഒത്തിരി സങ്കടമായിട്ട് അവൻ ആ ഓയിൽമെന്റ് കൊണ്ട് തിരികെ നടക്കുമ്പോ ഏതോ ഒരു കുടിയം വന്ന് അവൻ ഒരൊറ്റ ഇടി. നോക്കി നടക്കടാ, നിനക്ക് കണ്ണു കണ്ടൂടെ എന്ന് അവൻ ചോദിക്കുമ്പോഴായിരിക്കും ഇടിച്ചത് ഗാറപ്പയ്യനാണെന്ന് മനസ്സിലാവുക. ഓൾറെഡി നമ്മുടെ ആള് കലിപ്പിലാണ്. ഇപ്പൊ ഇതും കൂടെ ആയപ്പോ ഗാറയ്ക്ക് കലി കൊണ്ട് കണ്ണു കാണൂല. ചത്തു പോടാന്ന് പറഞ്ഞ് അവനൊരൊറ്റ തൊഴി. ജനങ്ങളുടെ എല്ലാം മുൻപില് ഒരുത്തനെ ഇപ്പൊ ഗാറ തൊഴിച്ചു കൊന്നു. ഇതൊക്കെ കണ്ട് അവന്റെ പപ്പ അവനെ നോക്കി കണ്ണുരുട്ടുമ്പോ ആളെയും 10 തെറി പറഞ്ഞ് നമ്മുടെ ആള് എവിടെയോ പോയിരുന്ന് മൂകമായിട്ട് ആലോചിക്കും. ഞാൻ ഒരുപാട് ശ്രമിച്ചു, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആർക്കും എന്നെ മനസ്സിലാക്കാനും കഴിയില്ല എന്ന് പറയുമ്പോ അവന്റെ അങ്കിള് പറഞ്ഞ ലവിനെ കുറിച്ച് പെട്ടെന്ന് അവന് ഓർമ്മ വരും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടിന്ന് ഒരുപാട് കത്തികള് അവന് നേരെ വരും. കത്തികൾ അവന്റെ തൊട്ടടുത്തെത്തുമ്പോ ഷീൽഡ് കറക്റ്റായിട്ട് കത്തികൾ മുഴുവൻ ബ്ലോക്ക് ചെയ്യും. അതിന് ഗാറ കലിപ്പടിച്ച് എപ്പോഴെന്തിനാ എന്നെ ആളുകൾ ഫോക്കസ് ചെയ്യുന്നേ, നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവനെ കത്തിയെറിഞ്ഞവനെ മണ്ണുപയോഗിച്ചുകൊണ്ട് ഞെരുക്കി കൊന്നുകളയും. യഥാർത്ഥത്തില് ഇത് മുഴുവൻ ചെയ്യുന്നത് അവന്റെ ബോഡിയിലെ ആ ഒരു മോൺസ്റ്റർ ആണ്. യഥാർത്ഥ ഗാറ പേടിച്ച് വിറച്ചു നിൽക്കുമ്പോ അതാരാണെന്ന് അറിയാനായിട്ട് ഗാറ അടുത്തേക്ക് ചെല്ലും. അത് മറ്റാരുമല്ല, അവന്റെ അങ്കിളാണ്. വെൽഡൺ ഗാറ, നീ നല്ലത് ചെയ്തു എന്ന് പറഞ്ഞ് ആള് മരിച്ചു പോകുമ്പോ പെട്ടെന്ന് ഗാരയുടെ നെഞ്ചില് വല്ലാത്തൊരു വേദന അനുഭവപ്പെടും. നറൂട്ടോ നിലവിളിക്കും അങ്കിൾ. കട്ട് ചെയ്താ ഗാരയുടെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി പ്രസന്റ് സിറ്റുവേഷനില് നറൂട്ടോ കുട്ടപ്പനെ കൊല്ലാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നിനക്കിപ്പോ ഓടാൻ തോന്നില്ലേ, എന്നെ കണ്ടിട്ട് പേടി തോന്നില്ലേ എന്ന് ഗാറ ചോദിക്കുമ്പോ പാവം കുട്ടപ്പനാവട്ടെ അവൻ പകച്ചു പോവും. കാരണം സാക്കുറ ഓൾറെഡി അടികെട്ടി വീണ് കിടക്കുകയാണ്. സാസുകയുടെ കാര്യം പിന്നെ പറയാനുമില്ല. കുട്ടപ്പനെ കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് നീ എന്തിനാണ് ആവശ്യമില്ലാതെ ഇവർക്ക് വേണ്ടി നോക്കി നിൽക്കുന്നേ, നീ ഓടിക്കോ എന്ന് പറയുമ്പോ കുട്ടപ്പന് ദേഷ്യം വന്ന് അവരെന്റെ ഫ്രണ്ട്സാണ്, അവരുടെ ദേഹത്ത് ഒരു തരി മൺതരി വീണാല് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് ഗാറയോട് പറയും. അത് കേൾക്കേണ്ട താമസം ഗാറയാവട്ടെ സാക്കുറയെ ഞെക്കി അവളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പന്റെ ക്ഷമ നശിച്ച് അവൻ കൈ ചുരുട്ടി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. സോ ഗായ്സ്, എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.